ഇന്ന് നമ്മൾ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതും? ഒരു മെട്രിക്സ് തന്നാൽ ആ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട ചില തിയറംസ്, ഇത്രയാണ് നമ്മളിതിൽ പറയുന്നത്. സോ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. If A equal to matrix Aij of order m by n, the matrix obtained by interchanging the rows and columns of A is called the transpose of A and is denoted by notation A transpose or A transpose. അതായത് ഒരു A എന്ന ഒരു മെട്രിക്സ് കിട്ടിയാൽ അതിൻ്റെ റോസും കോളംസും പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന മെട്രിക്സ് എന്താണോ അതിനെയാണ് ഒറിജിനൽ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. എയുടെ റോയും കോളംസും ആണ് മാറ്റിയെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ മെട്രിക്സിന് എ ട്രാൻസ്പോസ് എന്ന് പറയും. ഇനി എ ട്രാൻസ്പോസിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് മെട്രിക്സ് എ ജെ ഐ ഓഫ് ഓർഡർ എൻ ബൈ എം ആണ്. എന്താ അതിന് കാരണം? എ ഐ ജെ എന്നാണ് ജനറൽ ടേം എന്നുണ്ടെങ്കിൽ, എയിലെ ജനറൽ ടേം എ ഐ ജെ ആണെങ്കിൽ ദിസ് എലമെൻറ്റ് ഈസ് ഇൻ ദ ith row and jth കോളം. അപ്പം നമ്മൾ കോളവും റോയും പരസ്പരം മാറ്റുമ്പോൾ ജെയും ഐയും പരസ്പരം മാറില്ലേ? അതുകൊണ്ടാണ് എ ട്രാൻസ്പോസിലെ ജനറൽ എലമെൻറ്റിനെ എ ജെ ഐ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ എം റോസും എൻ കോളംസും ആയിരുന്നു എയിലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൽ അതും പരസ്പരം മാറും. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എൻ ബൈ എം ആയിരിക്കും. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു മെട്രിക്സ്, കോളം മെട്രിക്സ് ആണ് 2 - 2 1. then A transpose equal to the row matrix 2 - 2 1. അതായത് ഫസ്റ്റ് കോളത്തിനെ നമ്മൾ ഫസ്റ്റ് റോ ആക്കി മാറ്റി. ഇതിലൊരു കോളേ ഉള്ളൂ, അതുകൊണ്ട് എ ട്രാൻസ്പോസിൽ ഒരു റോയേ ഉള്ളൂ. അനദർ എക്സാമ്പിൾ ബി ഈക്വൽ ടു ഒരു ഓർഡർ 2ലുള്ള സ്ക്വയർ മെട്രിക്സ്. ഈ ബിയുടെ ട്രാൻസ്പോസ് എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കോളത്തിനെ ഫസ്റ്റ് റോ ആക്കണം, സെക്കൻഡ് കോളത്തിനെ സെക്കൻഡ് റോ ആക്കണം. സോ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 0 6 3 5. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് മെട്രിസസ്. ഫോർ എനി 2 മെട്രിസസ് എ ആൻഡ് ബി ഓഫ് സൂട്ടബിൾ ഓർഡേഴ്സ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് പറയാൻ അറിയാം. എങ്ങനെയാണ്? എന്താ അതിൻ്റെ മീനിങ്? രണ്ട് മെട്രിസസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും ഓരോന്നിൻ്റെയും ട്രാൻസ്പോസ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ദ മീനിങ് ഈസ് എ ഇൻറ്റു ബി കണ്ടുപിടിച്ചിട്ട് ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും കണ്ടുപിടിച്ചിട്ട് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടാലും രണ്ടും ഈക്വൽ ആയിരിക്കും. തേർഡ് ഈസ് കെ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. എന്താണ് കെ എ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് കെ. അപ്പോൾ എ എന്ന മെട്രിക്സിനെ ഒരു സ്കെയിലാർ കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും എ ട്രാൻസ്പോസ് എന്ന മെട്രിക്സിനെ കെ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നതും രണ്ടും ഈക്വൽ ആണ്. ആൻഡ് ദ അതർ പ്രോപ്പർട്ടി ഈസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് ഒന്നും കൂടെ എടുത്താൽ ഒറിജിനൽ മെട്രിക്സ് എന്താണോ അത് തന്നെ കിട്ടും. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, സമ്മിൻ്റെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. സോ ലെറ്റ് us take 2 മെട്രിസസ് എ ആൻഡ് ബി. നമ്മൾ ആദ്യം എന്ത് വേണം? എൽ എച്ച് എസിൻ്റെ എക്സ്പ്രഷൻ കാണണം. എങ്ങനെ എൽ എച്ച് എസിൻ്റെ എക്സ്പ്രഷൻ കാണുക? ആദ്യം എ പ്ലസ് ബി എടുക്കുക, എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. നമുക്ക് നോക്കാം എന്താ വരിക എന്ന്. അപ്പോൾ ഇവിടെ ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണ്. എ പ്ലസ് ബി ആണ് ഈ എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നൊക്കെ നമുക്കറിയാം. ഇനി ലെഫ്റ്റ് സൈഡിൻ്റെ എക്സ്പ്രഷൻ ആവണമെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ ഇതിൽ നോക്കുക, 2 റോസും 3 കോളംസും ഉള്ളത്. സോ ദിസ് ഇസ് എ 2/3 മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്തായിരിക്കും? അത് 3/2 ആയിരിക്കും. 2/3യുടെ ട്രാൻസ്പോസ് 3/2 ഓർഡറിലുള്ളതായിരിക്കും. സോ ദ ട്രാൻസ്പോസ് ഈസ് ദിസ്. ഈ റോയിനെ ഫസ്റ്റ് കോളമാക്കി, ഈ റോയിനെ സെക്കൻഡ് കോളമാക്കി. സെക്കൻഡ് റോ ബിക്കംസ് ദ സെക്കൻഡ് കോളം. ഇനി നമുക്ക് റൈറ്റ് സൈഡ് കാണണം. റൈറ്റ് സൈഡ് കാണാൻ എന്ത് ചെയ്യണം? ആദ്യം എയുടെ ട്രാൻസ്പോസ് എഴുതി, ബിയുടെ ട്രാൻസ്പോസ് എഴുതി, ഇവ തമ്മിൽ ആഡ് ചെയ്തു. അതാണ് റൈറ്റ് സൈഡ്. നിങ്ങൾക്ക് കാണാം എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടൊന്നുമില്ല, ഈ കാര്യം എങ്ങനെയാണ് വരിക എന്ന് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ചെയ്തതേ ഉള്ളൂ. സോ ആ പ്രോപ്പർട്ടി നമുക്ക് ഇതുപോലെ ഏത് 2 മെട്രിക്സ് എടുത്തിട്ടും വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ കണ്ടീഷൻ എന്താണ്? എ പ്ലസ് ബി ഡിഫൈൻഡ് ആവാൻ പാകത്തിനുള്ള എയും ബിയും ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്.
വേറൊരു പ്രോപ്പർട്ടി എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് തെളിയിക്കണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൻ്റെ എക്സ്പ്രഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എ ബി എന്താണെന്ന് കാണണം. അപ്പോൾ എ ഇൻറ്റു ബി ഡിഫൈൻ ചെയ്യാൻ പാകത്തിനായിരിക്കണം എയും ബിയും നമ്മൾ എടുക്കുന്നതെന്ന് അർത്ഥം. എ ബി ഡിഫൈൻഡ് ആവുന്ന രീതിയിലായിരിക്കണം എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും. സോ കൺസിഡർ എൻ എക്സാമ്പിൾ. ഇത് എ, ഇത് ബി. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നോക്കുക, 2/3 ആണ്. ഇത് 3/1 ആണ്. 2/3, that is number of columns of first is equal to number of rows of second. So multiplication is defined. അതിൻ്റെ ഓർഡർ എന്താ വരിക? 2/1 ആണ്. ഇത് 2/1 മെട്രിക്സ് ആണ്. ഇനി ഫസ്റ്റ് എലമെന്റ് എങ്ങനെ കിട്ടി? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും കമ്പൈൻ ചെയ്താൽ ഫസ്റ്റ് എലമെന്റ് കിട്ടും. ആ റോയിൽ വേറെ എലമെന്റ്സ് ഇല്ല, ബിക്കോസ് ഇവിടെ ഒരൊറ്റ കോളേ ഉള്ളൂ. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളും തമ്മിൽ കമ്പൈൻ ചെയ്താൽ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് കിട്ടും. അതാണ് 8. ഇൻഡുവിൻ്റെ കാര്യമൊക്കെ നമ്മൾ പ്രോബ്ലംസ് ഒരുപാട് ചെയ്തതാണ്. സോ ദിസ് ദ മെട്രിക്സ് 2H. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? ഇറ്റ് ഈസ് ദ റോ മെട്രിക്സ് 2H. അടുത്തത് ബി ട്രാൻസ്പോസ്. ബി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് റോ മെട്രിക്സ് 1 1 2 ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ഇതാണ്. എയുടെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1 1 0 ഫസ്റ്റ് കോൾ ആവണം, 0 2 3 സെക്കൻഡ് കോൾ ആവണം. ഇവ തമ്മിലും പ്രോഡക്റ്റ് പോസിബിൾ ആണ്. അവയുടെ ഓർഡർ എഴുതി നോക്കിയാൽ നമുക്കറിയാം. പ്രോഡക്റ്റ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ദ റിസൾട്ട് ഈസ് അഗെയിൻ എ 1/2 മെട്രിക്സ്. സോ ദ റിസൾട്ട് ഈസ് 1 × 1 + 1 × 1 + 2 × 0. അതാണ് ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റ്. ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് 1 × 0 + 1 × 2 + 2 × 3. ദ വാല്യൂ ഈസ് 8. സോ ഹിയർ ഓൾസോ LHS ആയിട്ട് കിട്ടിയ അതേ മെട്രിക്സ് തന്നെയാണ് RHSൻ്റെ മെട്രിക്സ് ആയിട്ടും കിട്ടിയത്. അപ്പോൾ അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളായിട്ട് ഇതിനെ കണക്കാക്കാം. അടുത്തത് സിമെട്രിക് മെട്രിസസ്. എ സ്ക്വയർ മെട്രിക്സ് ഈസ് സിമെട്രിക് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ എഴുതിയാം. എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ഇഫ് എ ഈസ് സിമെട്രിക്, എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ, ദെൻ എ ഈസ് സിമെട്രിക് ഇഫ് എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ. അതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാം. എയിലെ ജനറൽ എലമെൻ്റാണ് എ ഐ ജെ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ട്രാൻസ്പോസിൽ വരുന്ന എലമെൻ്റ് ഏതാണ്? എ ജെ ഐ ആയിരിക്കും. അപ്പോൾ എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ, അതായത് ഇവയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണെന്നാണ് എഴുതിയതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആണെങ്കിൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കും ഫോർ ഓൾ ഐ ആൻഡ് ജെ. നൗ ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. എ എന്ന മെട്രിക്സ് ഇതാണ്. അതിൻ്റെ ട്രാൻസ്പോസ് എ ബി ഫസ്റ്റ് കോളം. അപ്പോൾ എ ബിനെ ഫസ്റ്റ് റോ ആക്കി. ബി ഡി സെക്കൻഡ് കോളം തിരിച്ച് എഴുതുമ്പോൾ ബി ഡി സെക്കൻഡ് റോ ആയി. ഇത് രണ്ടും വീണ്ടും സെയിം തന്നെയാണ്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ സിമെട്രിക് മെട്രിക്സ്. എ എന്ന മെട്രിക്സ്, ഈ മെട്രിക്സ് സിമെട്രിക് ആണ്. കാരണം ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതി നോക്കുമ്പം ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മെട്രിക്സ് എ ഇറ്റ് സെൽഫ്. വെൻ ദ ഒറിജിനൽ മെട്രിക്സ് ഈസ് സ്ക്വയർ, ട്രാൻസ്പോസിഷൻ ഡസ് നോട്ട് അഫക്ട് ദ എലമെൻറ്റ്സ് ഓഫ് ദ മെയിൻ ഡയഗണൽ. അത് ക്ലിയർ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിളിൽ നിന്ന് ക്ലിയർ ആണ്. എയിലെ ഡയഗണൽ എലമെൻറ്റ്സ് എയും ഡിയും ആണ്. എ ട്രാൻസ്പോസിലും ഡയഗണൽ എലമെൻറ്റ്സ് ഏ തന്നെ വരും? എയും ഡിയും തന്നെ വരും. ഇത് ഏത് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലും ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് അതേപോലെ തന്നെ നിൽക്കും. എയിലും എ ട്രാൻസ്പോസിലും ഒരേപോലെയാണ് ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ എല്ലാം മെയിൻ ഡയഗണലിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിക്കിലും സീറോസ് ആണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? വീണ്ടും അതേ മെട്രിക്സ് തന്നെയാണ് എപ്പോഴും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മെട്രിക്സ് എല്ലാം, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾസ് ആണ്? സിമെട്രിക് മെട്രിസസിന് എക്സാമ്പിൾസ് ആണ്. Now next is Q-symmetric matrices. A square matrix A is Q-symmetric if A transpose equal to minus A. A transpose equal to minus A. അതായത് if A equal to matrix Aij, AJI equal to minus Aij. AJI A transpose general element ആണ്. Equal to minus A general element ആണ് Aij for all I and J. അപ്പോൾ ഈ ഒരു കറസ്പോണ്ടൻസ് എല്ലാ എലമെൻറ്റ്സും തമ്മിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു മെട്രിക്സ് എപ്പോഴും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ്
ഇതാണ് സ്ക്യൂ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ഐക്കും ജെക്കും ഈ കണ്ടീഷൻ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഐ ഈക്വൽ ടു ജെ ആവുമ്പോഴും ഈ കണ്ടീഷൻ വാലിഡ് ആവണം. അപ്പോൾ നമുക്ക് നോക്കാം, ഐ ഈക്വൽ ടു ജെ ആണെങ്കിൽ ഈ കണ്ടീഷൻ എന്ത് വരുന്നു? എ ഐ ഐ ഈക്വൽ ടു മൈനസ് എ ഐ ഐ. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 2ai ഈക്വൽ ടു 0 എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് ai ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ. ഇനി ai എന്ന ടൈപ്പ് എലമെന്റ്സ് എവിടെയാണ് വരിക? അതൊരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണലിലാണ് ആ എലമെന്റ്സ് വരിക. അങ്ങനെയുള്ള എലമെന്റ്സ് ഐയും ജെയും ഈക്വൽ ആവുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ആർ ദ എലമെന്റ്സ് ഓഫ് ദ മെയിൻ ഡയഗണൽ ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ai എന്ന പാറ്റേണിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും വാല്യൂസ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അവയുടെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോസ് ആയിരിക്കും. This means the diagonal elements of a skew symmetric matrix are 0. എല്ലാ എലമെന്റ്സും സീറോസ് ആയിരിക്കും. Now consider the matrix B. ബിയുടെ ട്രാൻസ്പോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പി ബിയും ബിയുടെ ട്രാൻസ്പോസും ഒത്തു നോക്കിയാൽ കാണാം എല്ലാം തമ്മിലൊരു മൈനസിൻ്റെ ഡിഫറൻസ് ആണ്. സോ ക്ലിയർലി ബി ട്രാൻസ്പോസ് ഈക്വൽ ടു minus b. So B is a skew symmetric matrix. Now we have a theorem. For any square matrix A with real number entries, A plus A transpose is symmetric and A minus A transpose is skew symmetric. അപ്പോൾ നമുക്കിവിടെ തെളിയിക്കേണ്ടത് A plus A transpose ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കുക? A plus A transpose ട്രാൻസ്പോസ് ഈ മെട്രിക്സ് തന്നെയാണ്, ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഇത് തന്നെയാണെന്ന് കാണിക്കണം. സോ നോക്കാം നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാൻ. നമുക്ക് എഴുതാൻ എളുപ്പത്തിന് എ പ്ലസ് എ ട്രാൻസ്പോസിനെ തൽക്കാലം നമ്മൾ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇപ്പം എന്താണ്? ബി എന്ന മെട്രിക്സ് സിമെട്രിക് ആണെന്ന് കാണിക്കണം. നൗ ഇഫ് എ മെട്രിക്സ് ബി ഈസ് സിമെട്രിക്, വാട്ട് ഈസ് ദ കണ്ടീഷൻ? ബിയുടെ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി കിട്ടണം. അങ്ങനെ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. സോ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ആണ്. ഇനി ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചത്? എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അത് ഉപയോഗിച്ചാൽ ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഇതാണ് കിടക്കുന്നത്, എ ട്രാൻസ്പോസ്. അത് വെച്ചിട്ട് ഇതിനെ രണ്ടാക്കിയിട്ട് എഴുതി. നൗ അഗെയിൻ ഈ ടേമിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. So the next step we can write like this, A transpose plus A. ഇനി ഈ രണ്ട് മെട്രിക്സിൻ്റെ സമ്മിനെ ഇങ്ങനെ എഴുതാലോ, കാരണം സമ്മിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. സോ A transpose plus A can be written as A plus A transpose. And what is A plus A transpose? It is equal to B. So we have proved that B transpose equal to B, which means B is a symmetric matrix. ഏതാണ് നമ്മുടെ B? A plus A transpose ആണ്. So that we have proved that A plus A transpose is symmetric. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അത് തന്നെയാണെന്ന് കാണിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെയാണ് എ മൈനസ് എ ട്രാൻസ്പോസ് ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇങ്ങനെ നീട്ടി എഴുതാൻ ഉള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എഴുതാനുള്ള എളുപ്പത്തിന് നമുക്കതിനെ സി എന്നൊരു പേര് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ പ്രോബ്ലം എന്താണ്? സി എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ എന്താ നമുക്ക് കിട്ടേണ്ടത്? സി ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടണം. കിട്ടുമോ നോക്കാം നമുക്ക്. സി ട്രാൻസ്പോസ് അതിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ ഡിഫറൻസ് ഓഫ് ടു ടേംസ്, എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ്. അപ്പം നമ്മൾ മൈനസിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞില്ലല്ലോ, പ്ലസിനല്ലേ പറഞ്ഞുള്ളൂ. ഇതെവിടുന്ന് വന്നു? അതിന് നമ്മൾ ഡിഫറൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്തെന്ന് ആലോചിച്ചാൽ മതി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് മൈനസ് ബി ആണ്. എ ഒരു മെട്രിക്സ്, മൈനസ് ബി വേറൊരു മെട്രിക്സ് എന്ന പോലെയാണ് ഇവിടെ. എ ഒരു മെട്രിക്സ്, മൈനസ് എ ട്രാൻസ്പോസ് രണ്ടാമത്തെ മെട്രിക്സ്. അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ സം തന്നെയായില്ലേ? ചുരുക്കം പറഞ്ഞാൽ സമ്മിൻ്റെ പ്രോപ്പർട്ടി അതേപോലെ നമുക്ക് ഡിഫറൻസിനും ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ടാക്കിയിട്ട് എഴുതി. Again ഈ ടേമിന് പകരം using the property we can write A. So the result is A transpose minus A. ഇനി ഇതിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്.
ആൻഡ് ദിസ് ഇസ് ദ സെയിം ആസ് സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടി. ദെയർഫോർ സി ഈസ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. ഇതാണ് അതിൻ്റെ ഒരു പ്രൂഫ്. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് എക്സാമിന് പ്രോബ്ലംസും വരാറുണ്ട്. ഏതെങ്കിലും മെട്രിക്സ് തന്നിട്ട്, ഏതെങ്കിലും ഒരു മെട്രിക്സ് തന്നിട്ട് അത് സിമെട്രിക് ആണെന്ന് തെളിയിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ട്രാൻസ്പോസ് അത് തന്നെയാണെന്ന് കാണിക്കണം. അതിൻ്റെ ട്രാൻസ്പോസ് അത് തന്നെയാണെന്ന് കാണിക്കണം. സ്ക്യൂ സിമെട്രിക് ആണെന്ന് കാണിക്കാനോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് മൈനസ് ഓഫ് ആ മെട്രിക്സ് ആണെന്ന് തെളിയിക്കണം. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് വേറൊരു തിയറം കൂടി ഉണ്ട്. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് കിട്ടിയാലും നമുക്കതിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു പ്രൂഫാണിത്. എ ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് വിചാരിക്കാം. എ എന്ന മെട്രിക്സിനെ നമുക്ക് ഈ രണ്ട് ടേമിൻ്റെ സമ്മായിട്ട് എഴുതാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? ഹാഫ് കോമൺ ആണ്. ഈ രണ്ട് ടേമിൽ നിന്നും ഹാഫ് പുറത്തെടുത്തു എന്ന് വിചാരിക്കാം. ബാക്കിയുള്ളത് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് കട്ട് ചെയ്യും. ബാക്കിയുള്ളത് എ പ്ലസ് എ 2a. അപ്പോൾ 1/2 ഇൻറ്റു 2a എന്നാവും. 1/2 ഇൻറ്റു 2a ഈസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ടേം ആക്കിയിട്ട് എഴുതാം. അതിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് നമ്മൾ ഓൾറെഡി തെളിയിച്ചു. അതുകൊണ്ട് അതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിളും സിമെട്രിക് തന്നെയാണ്. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് ഓൾസോ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ എയിനെ രണ്ട് പാർട്ടായിട്ട് എഴുതിയതിൽ ഈ പാർട്ട്, ഈ മെട്രിക്സ് സിമെട്രിക്കും ഇത് എപ്പോഴും സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. സോ ദാറ്റ് എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്കിനി വരാൻ പോകുന്നുണ്ട്. സോ നമുക്ക് പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് നല്ലോണം നോക്കി പഠിക്കുക. ഓക്കെ.